ഈ അൻവറിന്റെ സ്ഥിതി ഒരു മരക്കുറ്റി തുടങ്ങിയതാണല്ലോ, പിന്നെ അത് തേക്കായി, തോക്കായി, പിന്നെ സുജിത്തായി, അജിത്തായി, ഇപ്പൊ അവസാനം പവനായി, ശവമായി എന്ന അവസ്ഥയാണ് ശ്രീ പി വി അൻവറിന്. പക്ഷെ അൻവറിന് മാത്രമല്ലല്ലോ ഡാമേജ്. കേരളത്തിൽ അഗ്രഗണ്യന്മാരായ പലരെയും പാർട്ടികളിൽ നിന്ന് പുറത്താക്കുകയും പടിയടച്ച് പിണ്ടം വെക്കുകയും ചെയ്ത ഒരു പാർട്ടി ഇന്നലെ അൻവറിനെ ഒന്ന് ശാസിക്കാൻ തീരുമാനിച്ചു. ഇവിടെ ഇടതുപക്ഷത്തിന്റെ സുഹൃത്ത് പറഞ്ഞിട്ട് കോൺഗ്രസിലല്ലേ പരസ്യ പത്രസമ്മേളനങ്ങളും പ്രകടനങ്ങളും ഒക്കെ ഉള്ളൂ, ഞങ്ങളിലില്ലല്ലോ. പിന്നെ അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിൽ നിയമസഭയിൽ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് പ്രകടനം നടത്തിയതും അങ്ങോട്ടും ഇങ്ങോട്ടും മൂന്നാർ ഓപ്പറേഷൻ സമയത്ത് വിജയ എന്ന് വിളിച്ചതും തിരിച്ച് പിണറായി വിജയൻ തിരിച്ചു പറഞ്ഞതുമൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ മറക്കും, നിങ്ങൾ സഹക്കന്മാരല്ലേ, നിങ്ങൾ എന്ത് മറക്കും? ഒരു കാര്യം നിങ്ങൾ എടുത്ത് പറയാം. ഇപ്പൊ എന്താ സ്ഥിതി? അൻവർ എന്ന് പറയുന്ന ആളിന്റെ മുമ്പിൽ ഒരു പാർട്ടി തോറ്റിട്ടില്ല എന്ന് വരുത്താനാണല്ലോ ഇടതുപക്ഷത്തിന്റെ സഹയാത്രികർ ശ്രമിച്ചത്. സഹയാത്രിക, നിങ്ങൾ ഒരു കാര്യം അറിയണം. ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരാൾക്കെതിരായി ഒരു പരാമർശം നടത്തിക്കൊണ്ട് ഒരു പത്രക്കുറിപ്പ് ഇറക്കുകയാണ്. ആദ്യം ഇറക്കുന്ന പത്രക്കുറിപ്പ് 12:58 അതിൽ പറയാണ്, അങ്ങ് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ കാര്യങ്ങളിൽ നിന്നും പിന്തിരിയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്തിരിയണം എന്ന് അഭ്യർത്ഥിക്കുന്നു അൻവറെ, പാർട്ടിയുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ്. അത് 1:57 ആയപ്പോ അത് തിരുത്തി, വീണ്ടും സെക്രട്ടേറിയറ്റ് തിരുത്തുകയാണ്. തിരുത്തിയിട്ട് പറയുകയാണ് പിന്തിരിയണം, അഭ്യർത്ഥന മാറി. 1:57 നിന്നും 2:50 ആയപ്പോ CPM പോലെ ഒരു ഗടാഗട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന വീണ്ടും തിരുത്തിയിട്ട് പറയുകയാണ് പിന്തിരിയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്ത് മനസ്സിലായി? CPM പോലൊരു പാർട്ടി ചെന്നെത്തി നിൽക്കുന്ന, അത് വിധി വൈപരീത്യം കൊണ്ട് അവർ ചെന്നെത്തി നിൽക്കുന്ന ഒരു ദൃഷ്ടാന്തമാണ് ഞാൻ ഇന്നലെ കണ്ടത്. പാർട്ടിയുടെ അങ്ങനെയാണെങ്കിൽ അതിന് 24 മണിക്കൂർ മുമ്പ് മുഖ്യമന്ത്രി അൻവർ കേൾക്കെ എന്തൊക്കെ പറഞ്ഞു? അതിലും വലുതൊക്കെ ഇനി എന്താ അദ്ദേഹം കേൾക്കാനുള്ളത്? അല്ല, അതാണ് ഞാൻ പറയേണ്ടത്. ഞാൻ പറഞ്ഞത് ഒരു CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇറക്കുന്ന പ്രസ്താവന 3 വട്ടം തിരുത്തിയ ചരിത്രം, അതൊരു വ്യക്തിക്ക് വേണ്ടി തിരുത്തിയെടുത്ത ചരിത്രം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്റെ ആർക്കൈവിലില്ല. ഇനി ഇന്ന് നടന്നതോ നോക്ക്. ഒരു പാർട്ടിയുടെ ഉന്നതനായ പരിണിതപ്രജ്ഞനായ ഒരു നേതാവിന്റെ മൃതദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ മകളെയും തള്ളി മാറ്റിക്കൊണ്ട് ഒരു പാർട്ടി മൃതദേഹം പിടിച്ചെടുക്കാൻ നടത്തുന്ന കോലാഹലങ്ങൾ അയ്യപ്പദാസ് കണ്ടില്ലേ? ആ മകൾ പറയുന്നൊരു വാചകമുണ്ട്, ഈ മുടിഞ്ഞ കമ്മ്യൂണിസം കേരളത്തിൽ നിന്ന് മാറിയിട്ടല്ലാതെ ഈ രാജ്യം ഗുണം പിടിക്കില്ല. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, കുറെ കാലം എന്റെ അപ്പ ആശുപത്രിയിൽ കിടന്നു ചികിത്സിക്കാൻ പണമില്ലാതെ. ഒരു പാർട്ടി നേതാവിനെയും ഞാൻ കണ്ടില്ല. സഹായിക്കാൻ വന്നത് അന്ന് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. 50,000 രൂപ സഹായിച്ചു. ഇതാണ് കമ്മ്യൂണിസം. ഞാൻ എത്രയാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി ഞാൻ അതിലെ കാര്യത്തിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യം, ഈ അദ്ദേഹം പറഞ്ഞതിൽ ഒന്നാമത്തെ കാര്യം, ഈ പൂരവുമായി ബന്ധപ്പെട്ട വിഷയം വന്നു. ആരാ പൂരം കലക്കിയത്? ADGP. ആര്? MR അജിത് കുമാർ. ആരുടെ സാന്നിധ്യത്തിൽ? ഇതേ ADGP-യുടെ സാന്നിധ്യത്തിൽ. ആരുകൂടെ ഉണ്ടായിരുന്നു? DIG അജിതാ ബീഗം. ഇവർ രണ്ടുപേരും ഇടപെട്ടോ? ഇല്ല. റിപ്പോർട്ട് കൊടുത്തത് ആരാ? ഇതേ ADGP. ആർക്കെതിരെ റിപ്പോർട്ട് കൊടുത്തത്? ആർക്കെതിരെ റിപ്പോർട്ട് കൊടുത്തില്ല. ആര് കലക്കിയോ അയാൾ നിഷ്ക്രിയനായി നോക്കി നിൽക്കവേ കലങ്ങുമ്പോ അന്ന് മിണ്ടാതിരുന്ന ADGP മാസങ്ങൾക്ക് ശേഷം സമ്മർദ്ദത്തിലാകുമ്പോ അദ്ദേഹം തന്നെ സ്വയം ശുദ്ധീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് കൊടുത്ത ആളുകളെ പറ്റിക്കാൻ നോക്കുകയാണ്. പാറമേക്കാവ് ദേവസ്വം ഉൾപ്പെടെ തള്ളി. അത് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ വിജിലൻസ് അന്വേഷണങ്ങളൊക്കെ നടക്കുകയല്ലേ? ഇടതുപക്ഷത്തിന്റെ സഹയാത്രി പറയാണ്. വിജിലൻസ് അന്വേഷണത്തിന്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതൊരു പരിപൂർണ അന്വേഷണമല്ല, ഒരു പ്രാഥമിക അന്വേഷണം മാത്രം. അവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ നോക്കിക്കോളൂ, 2-3 മാസം കഴിയുമ്പോൾ, 60 ദിവസം കഴിയുമ്പോൾ വിജിലൻസ് ഒരു റിപ്പോർട്ട് കൊടുക്കും. ഈ ആരോപണത്തിലൊന്നും കഴമ്പില്ല എന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു, അവിടെ വെച്ച് അവസാനിക്കും. രണ്ടാമത്തത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണമാണ്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം എന്താണ്? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടത്, സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ടത്, മരം മുറിച്ചതുമായി ബന്ധപ്പെട്ടത്, കടത്തിയതുമായി ബന്ധപ്പെട്ടത്, കൊലപാതകവുമായി ബന്ധപ്പെട്ടത് ഉൾപ്പെടെയുള്ള വിഷയമാണ്. ആ വിഷയത്തെ സംബന്ധിച്ചാണെങ്കിലോ, ആ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 6 മാസം കഴിയുമ്പോൾ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം മരവിച്ച് അതും തീരും. ഇന്നൊരു പ്രധാനപ്പെട്ട പത്രത്തിൽ ഒരു വാർത്ത വന്നു. എന്താണ് ആ വാർത്ത എന്നറിയുമോ? ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ പോലീസിനെതിരെ ഗൂഢാലോചന നടത്തി. വളരെ ശ്രദ്ധിക്കണം, ചില ആളുകൾ പോലീസിനെതിരെ ഗൂഢാലോചന നടത്തി. ഇതിന് പോലീസിന്റെ ഉന്നത തലത്തിൽ നിന്നുള്ള സഹായം കിട്ടിയതായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ പട്ടികയും ഇതിനോടൊപ്പം സമർപ്പിക്കുന്നു. ഇന്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയതായിട്ടാണ് വാർത്ത. എന്താണെന്നറിയോ? PV അൻവർ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ചില പോലീസുകാർക്കെതിരായി ചില അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില ആരോപണങ്ങൾ ഉന്നയിച്ചു. ആ വിവരങ്ങൾ കൊടുത്തത് പോലീസിലെ തന്നെ ഉന്നതരാണ് എന്നുള്ള രീതിയിലാണ് ഈ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒറ്റ കാര്യമുള്ളൂ, ഈ വാറോലകൾ കാണിച്ച്
അനധികൃത തടയടകൾ കാണിച്ച് അതുപോലെ തന്നെ പലതും കാണിച്ച് അൻവറിനെ നിശബ്ദനാക്കി ഒതുക്കിക്കളഞ്ഞാൽ ഈ ചോദ്യങ്ങൾ അവസാനിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം അവസാനിക്കില്ല സാർ. ശ്രീ എം എൻ വിജയൻ എന്ന് പറയുന്ന അധ്യാപകൻ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്. എന്താണെന്നറിയോ? ചോദ്യം ചോദിച്ച കുട്ടിയെ നിങ്ങൾ പുറത്താക്കിയാലും ആ ക്ലാസ് മുറിക്കകത്ത് ചോദ്യങ്ങൾ അലയടിച്ചുകൊണ്ടേയിരിക്കും. ചോദ്യം അവിടെ അവശേഷിക്കുക തന്നെ ചെയ്യും. പി ശശിയുടേത് മാതൃകാപരമായ പ്രവർത്തനം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയത് പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ മാതൃകാ പ്രവർത്തനമൊക്കെ കേരളം കണ്ടതാണ്. അദ്ദേഹത്തിന് നിർബന്ധിത അവധിക്ക് ഉഴിച്ചിലിന് വിട്ടതും പിന്നീട് തലശ്ശേരി കോടതിയിൽ തെക്ക് വടക്ക് നടന്നതും പിന്നീട് പിണറായി വിജയൻ പിടിച്ച് പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയതും ഇപ്പൊ സംസ്ഥാന കമ്മിറ്റി വെച്ചതും അടുത്തതിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വെക്കാൻ പോകുന്നതും തലശ്ശേരി സീറ്റ് കൊടുക്കാൻ പോകുന്നതും ഒക്കെ ഞങ്ങൾക്ക് അറിയാന്നേ. പി ശശി എല്ലാ കാലത്തും പിണറായി വിജയൻ വേണ്ടപ്പെട്ടവനാണെന്ന് പറയാം. പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് അൻവർ പറഞ്ഞ ഒരു കാര്യത്തിലും ബന്ധമില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതുമായി ഒരു ബന്ധമില്ല, അൻവർ എന്നെ വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ചതാണ് എന്നതാണെങ്കിൽ അദ്ദേഹം വക്കീൽ നോട്ടീസ് അയക്കട്ടെ, മാനനഷ്ടത്തിന് കേസ് കൊടുക്കട്ടെ. എന്താ കൊടുക്കാത്തത്? അൻവറിനെതിരായിട്ട് അദ്ദേഹം എന്തുകൊണ്ട് പാർട്ടിയുടെ അനുവാദത്തോടു കൂടി അദ്ദേഹം ഒരു വക്കീൽ നോട്ടീസ് അയച്ചില്ല? അയാളൊരു വക്കീലല്ലേ, എന്താ അയക്കാത്തത്? അല്ല, ഈ ഒരു വിഷയം കഴിഞ്ഞ ദിവസങ്ങളൊന്നും യു ഡി എഫ് ആരും ഉന്നയിച്ചാൽ എന്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല. ഞാൻ കാണാത്താണ് എന്നോട് ക്ഷമിക്കുക. ഞാൻ ചോദിക്കുന്നത് ആ ബോധ്യം വെച്ചാണ് ചോദിക്കുന്നത്. ഞങ്ങൾ എന്തിനാ ഉന്നയിക്കണേ? ഞങ്ങൾ എന്തിനു ഉന്നയിക്കണം? അല്ല, ഒരു മിനിറ്റ്. അല്ല, പിന്നെ പി ശശി വക്കീൽ നോട്ടീസ് അയക്കണമെന്ന് പറയില്ലേ? ഞങ്ങളുടെ പണി വക്കീൽ നോട്ടീസ് അയക്കണം എന്ന് പറയാനില്ല. വക്കീൽ നോട്ടീസ് അയക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നൊരു രാഷ്ട്രീയ ചോദ്യം നിങ്ങൾക്ക് രണ്ട് കൺസിഡർ ആ അർത്ഥമുണ്ടല്ലോ. അത് കേരളത്തിന് ബോധ്യപ്പെട്ടതല്ലേ? പി ശശി എന്താണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതല്ലോ. കേരളത്തിന് സ്വതവേ ബോധ്യപ്പെട്ടതല്ലേ, ഞങ്ങൾ ബോധ്യപ്പെടുത്തിയതല്ലോ. അത് കൃത്യമായി ബോധ്യമുണ്ട്. പി ശശി ആരാണ്, എന്താണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം, അദ്ദേഹം കാരണം പിന്നെ പാർട്ടി സ്ഥാനങ്ങൾ ത്യജിക്കേണ്ടി വന്നവർ ആര്? ഈ മുൻകാലങ്ങളിൽ അദ്ദേഹം പാർട്ടി നടപടിക്ക് വിധേയനായിട്ടുള്ള ആളാണ്, ഒക്കെ ശരി. പക്ഷേ ഇവിടെ അൻവർ പറയുന്ന പി ശശിക്കെതിരായ ആക്ഷേപങ്ങളാണ് ശരിയെന്നൊന്നും നമ്മുടെ മുന്നിൽ അർത്ഥമൊന്നുമില്ല. ഇപ്പൊ പി വി അൻവറിന് മലപ്പുറത്ത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. പക്ഷേ അല്ല, നോക്കൂ, സാധ്യതകളാണ്. ഇപ്പൊ നോക്കൂ, അദ്ദേഹത്തിന്റെ ചൊൽപ്പടിയിൽ പോലീസ് നിൽക്കുന്നില്ലെന്ന് തോന്നുമ്പോ ആഭ്യന്തര വകുപ്പാണ്, പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്, പോലീസിന് മേൽ പവർഫുൾ ആയിട്ട് റോൾ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പി ശശിക്കെതിരെയും പ്രശ്നങ്ങൾ ഉണ്ടാവും. അല്ല, എങ്ങനെ പറഞ്ഞാൽ മതി? പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലയിൽ എന്നോട് അനധികൃതമായി ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. അത് ഇന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാത്തതിനാൽ എനിക്കെതിരായി ഇന്ന കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എനിക്കെതിരായി മാനനഷ്ടത്തിന് ഞാൻ നിങ്ങൾക്കെതിരായി കേസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. അത് ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? എന്തിനാ ഒട്ടക പക്ഷിയെ പോലെ പൂഴ്ത്തിയിരിക്കുന്നു പി ശശി? പി ശശിക്ക് ആർജവമുണ്ടെങ്കിൽ പി വി അൻവറിനെതിരായി കേസ് കൊടുക്കണം. അതല്ലേ ഒരു മര്യാദ? അതിലെ എന്റെ ശരി. ഇനി രണ്ടാമത്തെ വിഷയം എന്താണ്? ഇവിടെ നേരത്തെ അദ്ദേഹം പറയാണ്, ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് ഞങ്ങളുടെ പാർട്ടിയുടെ പിന്നെ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ സമ്മേളനങ്ങൾ നടത്തി. ഇത് കോൺഗ്രസിനെ പോലെയതും അല്ല. നിങ്ങളുടെ മൊറാഴയിൽ വിപ്ലവം നടന്ന മണ്ണാണ് മൊറാഴ. കയ്യൂരും കരിവള്ളൂരും കാവുംപായിയും കഴിഞ്ഞാൽ അടുത്ത മൊറാഴയാണ്, പിന്നെ മൊരയംകുന്നാണ്. ആ മൊറാഴയിൽ നിങ്ങളുടെ ബ്രാഞ്ച് സമ്മേളനം നടത്താൻ പറ്റിയില്ല. ഗോവിന്ദൻ എന്ന് പറയപ്പെടുന്ന നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയുടെ സ്വന്തം സ്ഥലമായ മൊറാഴയിൽ നിങ്ങളുടെ പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനം പോലും നടത്താൻ പറ്റാത്തവണ്ണം ആളുകൾ നിങ്ങൾക്കെതിരായിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നു സഹോദര, നിങ്ങൾ ആലോചിക്കുക. ഇത് അൻവർ എന്ന് പറഞ്ഞത്, അൻവർ നിങ്ങളുടെ പാർട്ടിക്കകത്ത് തുടങ്ങി വെച്ച വിപ്ലവം ബംഗാളിൽ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ കാലഘട്ടത്തിൽ അവിടുത്തെ വെറും ഒരു എം പി മാത്രമായിരുന്ന ഋണബ്രത ബാനർജി തുടങ്ങി വെച്ച വിപ്ലവമാണ്. ഋണബ്രത ബാനർജി കമ്മിറ്റിക്കകത്ത് ബുദ്ധദേവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, സിംഗൂര് പാടില്ല, നന്ദിഗ്രാം പാടില്ല. അന്ന് അദ്ദേഹത്തെ ഒരു പേനയുടെ പേരിൽ ഒരു വിദേശ നിർമ്മിത പേന കൈവശം വെച്ചത് പേരിൽ പാർട്ടി ഇത് പുറത്തടിച്ചു. പിന്നീട് നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഒരു MLA ഇല്ല. 10 കൊല്ലം കൊണ്ട് നിങ്ങൾ വാനിഷായി, വാച്ച് ഔട്ടായി. ഇവിടെ ഇപ്പോ നിങ്ങളുടെ തലമുതിർന്ന നേതാവിന് അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ സേഫായി. ഇനി അദ്ദേഹത്തിന് ഒന്നും നഷ്ടപ്പെടാനില്ല. 19 വയസ്സായി. അദ്ദേഹത്തിന്റെ 5 തലമുറ സേഫാണ്. അത് കാണുമ്പോ വർഗ വിപ്ലവങ്ങളുടെയും രക്തസാക്ഷികളുടെയും ബലികുടീരങ്ങൾ കെട്ടിപ്പടുത്തൊരു പാർട്ടിയെയും അനുഭാവികളെയും വെയിലത്ത് നിർത്തിയിട്ട് എന്ത് തോന്നിവാസവും കാണിച്ചാൽ അതിന്റെ എല്ലാം കൂടെ കേരളം അങ്ങ് നിന്ന് തരുമെന്നാണ് പിണറായി വിജയൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ. ഞങ്ങളുടെ സങ്കടം അതല്ല. നിങ്ങൾ നശിച്ചു പോകുന്നതിന് ഞങ്ങൾക്ക് ഒരു സങ്കടമില്ല. പക്ഷേ നിങ്ങളുടെ സ്പേസിലേക്ക്, നിങ്ങളുടെ വോട്ട് ബാങ്കിലേക്ക് തള്ളിക്കയറി വരുന്നത് ഞങ്ങൾ എതിർക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ടാണ്. നിങ്ങളിപ്പോ സമരസപ്പെട്ടു. അന്തസ്സുള്ള നിലപാട് എന്താണ്? ADGP ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടിന് വിരുദ്ധമായി RSSന്റെ ഹൊസബലയെ കണ്ടു. അതിനാൽ ഹൊസബലയെ ഞങ്ങൾ മാറ്റുന്നു. എത്ര ക്ലിയർ ആയിരുന്നു അങ്ങനെ പിണറായി പറഞ്ഞെങ്കിൽ? മുമ്പ് സെൻകുമാറിന്റെ വിഷയത്തിൽ നിയമസഭയിൽ ഞങ്ങളോട് പറയാണ്, മിസ്റ്റർ രമേശ്, നിങ്ങൾക്കറിയുമോ, രമേശ് ചെന്നിത്തലയോട് പറയാണ്, മിസ്റ്റർ രമേശ്, നിങ്ങളെ ഇപ്പോ പിന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആള് നിങ്ങളെ കൂടെ ഇല്ല കേട്ടോ, അത് മറ്റവരുടെ കൈപ്പിടിയിലാണ്, RSS ആണ്. നിയമസഭയിൽ ഞങ്ങളോട് ഉപദേശം തന്ന അന്ന് നിലപാടുകൾ എടുത്ത പിണറായി വിജയൻ എത്ര വേഗമാണ് മാറിയത് ഞങ്ങൾക്കറിയാം. അയ്യപ്പദാസെ, ഈ ADGP അജിത് കുമാറിനെ മാറ്റണമെങ്കിൽ RSSന്റെ തലപ്പത്ത് നിന്ന് RSSന്റെ രണ്ടാമൻ ഹൊസബലയോ അതിന് അടുത്തുള്ള നേതാക്കന്മാരോ
RSSന്റെ കേരള ഘടകമോ പറയാതെ പിണറായി വിജയൻ മാറ്റില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇന്നിപ്പോ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ഒരു പ്രസ്താവന കണ്ടു. എന്താണെന്നറിയോ? അൻവർ മതമൗലികവാദികളുടെ കളിപ്പാവ. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? അതിനെ കൃത്യമായി രാഷ്ട്രീയപരമായി തിരിക്കുകയാണ്. അൻവറിന്റെ മതം തിരയുകയാണ്. EP ജയരാജൻ പോയി ജാവദേക്കറെ കാണുകയാണ്. P ജയരാജൻ ISന്റെ താവളമാണ് കേരളമെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്.